ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം, അഭിഷേകം നിറഞ്ഞൊരു ദിവസം നേരുക. ഈശോ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ ആദ്യകാല ശിഷ്യന്മാർ ഒത്തിരി പേര് ഈശോയിലേക്ക് വന്നു. അവരിൽ നിന്നാണ് ഈശോ ആദ്യകാല ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെ പറയുന്നത് ഈ ആദ്യ ശിഷ്യന്മാരെ ഈശോ തിരഞ്ഞെടുത്തതിനെ കുറിച്ചാണ്. ഈ 5-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം അതിപ്രകാരം പറയുക: ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. ഇവിടെ ഉപയോഗിക്കുന്ന വെർബ് തിങ്ങിക്കൂടിയതാണ്. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ദൈവവചനം ശ്രവിക്കാൻ, അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെ ഓടിക്കൂടി എന്നുള്ളതല്ല, ഈശോയിൽ നിന്ന് വരുന്ന വചനങ്ങൾ കേൾക്കുവാനായിട്ട് ആളുകൾ തിങ്ങിക്കൂടി. ഒരു വലിയൊരു ആവേശ. നിനക്ക് നിൻ്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാവോ? ഈശോയുടെ വചനങ്ങളോട്, ഈശോ അരുളി ചെയ്ത കാര്യങ്ങളോട് ഈ ഒരു തീഷ്ണത ഉണ്ടെന്ന് നിനക്ക് അവകാശപ്പെടാൻ പറ്റുമോ? പ്രിയ സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തെ ധന്യമാക്കുന്നത് ഈശോയ്ക്ക്, ഈശോയുടെ വചനങ്ങൾക്ക്, ദൈവികമായ കാര്യങ്ങൾക്ക് നീ കൊടുക്കുന്ന തീഷ്ണതയാണ്. അത് നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കും. അതിന് വില കൊടുക്കുവാൻ, സാധിക്കുന്നത്ര വില കൊടുക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിൻ്റെ കൃപ ഈ വ്യക്തിയിലേക്ക് ഒഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോ, നിൻ്റെ വചനങ്ങൾക്ക്, ദൈവികമായ കാര്യങ്ങൾക്ക് കൂടുതൽ വിലയും തീഷ്ണതയും നൽകുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണം. നിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകൾ കൊണ്ട് നിറയപ്പെടേണ്ടവറ്റ് ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീന്റെ സർവ്വം എല്ലാറ്റിനും, നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ, നീ എൻ്റെ സർവ്വം എല്ലാ